നന്മയല്ല തൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ. നന്മയല്ല തൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു യേശു എൻ്റെ യേശു ആരിലും മതിയായവൻ. എൻ്റെ യേശു ആരിലും മതിയായവൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും ഞങ്ങളെ നിത്യവും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ നല്ലതും വിലയേറിയതുമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ പാദാന്തിക്ക് അടുത്ത് വരുന്നു. കർത്താവേ, ഇന്ന് ഈ രാത്രി വേളയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. കർത്താവേ, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെയും തുടർന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റു ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യവാചകം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം ഒരു തടസ്സവും കൂടാതായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയാട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, നന്മകളാൽ നിറയ്ക്കണം. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തയുടെ വായായി നാവായി കൂടെ ഇരിക്കണം. അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയ പ്രേക്ഷകരോടായി ആമേൻ ഞാനൊരു വാക്കിൽ പറയട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് ആമേൻ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജയശ്രീ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസിയെ ദൈവം ഈ കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്തദാസിയെ ഞങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസി ജയശ്രീ സിസ്റ്റർ ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം. ഞാനിപ്പോൾ കോഴഞ്ചേരി, പത്തനംതിട്ട ജില്ലയിലുള്ള കോഴഞ്ചേരി കുഴിക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കുഴിക്കാല. ദൈവം അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഹസ്ബൻഡ്, എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോന് ഇപ്പൊ വിദേശത്തേക്ക് പോയി, ഇളയ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സിസ്റ്റർ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സുഖവും ക്ഷേമവുമായിരിക്കുന്നതിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസിയുടെ ബാല്യകാല സ്മരണകളെ ഓർത്തെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിക്കപ്പെടുവാൻ ഇടയായത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ സമയമുണ്ട്. കർത്തദാസിയെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ മഹത്വം കരയറ്റുന്നു. എന്നെ ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി ബീന തോമസിനോടുള്ള എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇനി പല മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുവാൻ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസി എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എന്റെ പേര് ജയശ്രീ എന്നാണ്. എനിക്ക് മറ്റൊരു പേരുണ്ട്, മായ കണ്ണെന്നും അറിയപ്പെടും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാന്. എന്നാൽ ഹിന്ദു ഇതിൽ ജീവിച്ചുവെങ്കിലും വലിയ ഒരു അമ്പലവാസിയല്ല. എങ്കിലും അതിൻ്റെതായ
വിശ്വാസവും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഡാൻസ് പഠിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ മാതാപിതാക്കൾ എന്നെ ഡാൻസ് പഠിപ്പിക്കാനായി കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ എവിടെ ഒരു പാട്ടൊക്കെ കേടുമ്പോ ഇങ്ങനെ തുള്ളിത്താടി ഡാൻസ് കളിച്ചൊക്കെ നടന്നു കാണുമായിരിക്കും. അപ്പൊ അതിലെനിക്ക് താല്പര്യം ഉണ്ടെന്ന് കരുതിയായിരിക്കണം എന്റെ മാതാപിതാക്കൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. ഞാൻ അത് പഠിച്ചു തുടങ്ങി. എന്നാൽ അതിനനുസരിച്ച് എനിക്ക് കലാപരമായ കാര്യങ്ങളോട് വലിയ താല്പര്യം തോന്നി. പഠനത്തെക്കാൾ ഉപരിയായി അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ ഒത്തിരി ഞാൻ കൊണ്ടുപോകാൻ ഇടയായി. അത് കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയി തീർന്നു, ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയി തീർന്നു. പറഞ്ഞാൽ കലാനിലയം ഡ്രാമാസ്കോപ്പ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴെന്നാൽ വീണ്ടും അതാരോ ഏറ്റെടുത്തിട്ട് ഇപ്പം അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിൽ രക്തരക്ഷസ്, നാറാണത്ത് ഭ്രാന്തൻ, കടമറ്റത്ത് കത്തനാർ അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഡ്രാമാസ്കോപ്പ്. അപ്പം അതില് ഒരു ആർട്ടിസ്റ്റായിട്ട് കുറച്ചു നാള് അതുമായി പ്രവർത്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിനിമാ നടൻ വിജയരാഘവൻ, അദ്ദേഹത്തിന് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, NN പിള്ള, പിതാവ് NN പിള്ളയുടെ. ആ ട്രൂപ്പിലും ഒക്കെ സഹകരിക്കുവാൻ ഇടയായി. അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊക്കെ സഹകരിച്ചു ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ പണ്ട് മഹാഭാരതം എന്ന് പറഞ്ഞൊരു സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്തപ്പോൾ ഇന്റർവ്യൂവിനായി എന്നെയും വിളിച്ചു. ഞാനും അതിന്റെ ഇന്റർവ്യൂവിന് കടന്നുപോയി. എന്നാൽ കടന്നുപോയി അതിന്റെ ഉടനെയൊന്നും വന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തു എന്ന് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. പക്ഷേങ്കില് അപ്പോഴത്തേക്ക് ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ അന്ന് ഒന്ന് ചിന്തിച്ചു എന്തു വേണമെന്നുള്ള. പക്ഷെ ആ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് സീരിയലൊന്നും വേണ്ട, എനിക്ക് എന്റെ യേശുവിനെ മതി എന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇടയായി തീർന്നു. കാരണം നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, വചനം ഇപ്രകാരം പറയുന്നല്ലോ, അമ്മയുടെ ഉദരവത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അപ്പോ കർത്താവ് മുന്നമേ എന്നെ കണ്ടതായതുകൊണ്ട് കർത്താവിന്റെ സമയമായപ്പോൾ എന്നെയും വിളിച്ച് വേർപെടുത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സൃഷ്ടിച്ച സർവശക്തനായ ആ മഹാദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നത്. നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പദവി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു ദൈവ പൈതൽ എന്നുള്ള പദവിയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഞാൻ ഈ ആർട്ടിസ്റ്റ്, ഈ കലാപരമായ മേഖലകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന്, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. അങ്ങനെ ആഗ്രഹിക്കാത്ത, അന്വേഷിക്കാത്ത ഒരു വ്യക്തി, യേശു എന്താണെന്നോ ആരാണെന്നോ പോലും ഒരറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ജീവിച്ച ഞാന് എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ വിവാഹം കഴിയുവാൻ ഇടയായി. വളരെ സന്തോഷത്തോടെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ പ്രിയപ്പെട്ടവൻ നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നന്നായി ഉപദ്രവിക്കുന്ന, ഒരു മനസാക്ഷിയോ ഒരു മനസ്സലിവോ ഇല്ലാതെ ഒരു നിസ്സാര വിഷയങ്ങൾക്ക് പോലും നന്നായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഭർത്താവെന്ന് ഞാൻ തിരിച്ചറിയുവാൻ ഇടയായി. അതെന്നെ വല്ലാതെ മാനസികമായിട്ടൊക്കെ ഒത്തിരി തകർത്തു. ഒരുപാട് ഉപദ്രവിക്കുന്നത് കണ്ട് എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു, മായ, നിനക്ക് ഈ ബന്ധം വേണ്ട, നിനക്ക് വേണ്ട, നീ അവനെ വിട്ടേര് എന്നൊക്കെ അവരെന്നെ ഒത്തിരി നിർബന്ധിച്ചു. എങ്കിലും എന്തോ എനിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നും വേർപെടുവാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ തമിഴ്നാട്, കേരളം എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കടന്നു പോകുമായിരുന്നു. പോകുന്ന ഇടങ്ങളിലെല്ലാം എവിടെയെല്ലാം അമ്പലങ്ങളുണ്ടോ, എവിടെയെല്ലാം പള്ളികളുണ്ടോ, അവിടെയെല്ലാം പോയി പ്രാർത്ഥിക്കുന്ന ഇതാണ്, എന്റെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കണേ, സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്നേഹം, ഒരു കരുതൽ, ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന അതൊക്കെയാണ്. പക്ഷേ
എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ ഒത്തിരി മാനസികമായിട്ട് തകർന്നു. ഇദ്ദേഹത്തെ വിട്ടുകളയുവാനും എനിക്ക് മനസ്സുമില്ല. എന്നാൽ ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാണുന്ന ദൈവങ്ങളെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്റെ കുടുംബം ഒന്നിനൊന്ന് തകർന്നു പോയതല്ലാതെ ഒരു പണി നടന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കൊല്ലം കുണ്ടറ എന്ന ഒരു സ്ഥലത്ത് പണ്ട് പെരുമൺ ദുരന്തം നടന്ന് പെരുമൺ പാലത്തിൽ നിന്ന് ട്രെയിൻ ആറ്റിലേക്ക് മറിഞ്ഞ് അനേകരും മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പാലത്തിന്റെ തൊട്ടു സൈഡിലായിട്ട് ഞങ്ങൾക്ക് ഒരു മാസത്തെ റിഹേഴ്സൽ ക്യാമ്പ് ഒരു വീടിന്റെ കോമ്പൗണ്ടിലാണ്. അപ്പം അവിടെ ഇങ്ങനെ ഞങ്ങൾ ആ റിഹേഴ്സൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 7 മണി കഴിഞ്ഞപ്പോൾ അപ്പൊ ഈ സ്റ്റേജിന്റെ പുറകിലെല്ലാം ആൾ പൊക്കത്തിൽ കപ്പ നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയിലോട്ട് ഞാനൊരു കസേര ഇട്ടിട്ട് എന്റെ ക്യാരക്ടറിന്റെ ഡയലോഗ് ഞാൻ ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നേരെ മുമ്പിൽ അതിഭയങ്കരമായ ഒരു തീ വന്നാളി കത്തുവാനിടയായി. ഒറ്റ സെക്കൻഡ് ഞാൻ വല്ലാതെ ഭയന്ന് ഞാൻ സ്റ്റേജിലേക്ക് അങ്ങ് ചാടി കയറി. എങ്കിലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായെങ്കിലും ഞാനത് ആരോടും പറഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം മുതൽ എന്റെ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥത, ശരീരമെല്ലാം കയ്യും കാലും എല്ലാം തളരുകയും ക്ഷീണവും, എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ വയ്യ. കഴിച്ചു കഴിഞ്ഞാൽ ഞാനത് വേഗം ഉമക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായി. എങ്ങനെയും എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ എന്റെ മനസ്സിലുള്ളായിരുന്നു. എങ്ങനെയും അങ്ങനെ ഒരു മാസത്തെ റിഹേഴ്സൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നു മെഡിസിൻ ഒക്കെ എടുത്തു. എങ്കിലും എന്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വിശ്വാസ കുടുംബമുണ്ട്. അവരോടൊക്കെ നല്ല സഹകരണത്തിൽ പോകുന്ന കുടുംബം. അവിടുത്തെ കുഞ്ഞുങ്ങളും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് വളർന്നത്. അപ്പൊ ഈ അമ്മാമ്മ എന്റെ അടുത്ത് പറഞ്ഞു, മായേ, ഞങ്ങളുടെ ചർച്ചിൽ ചെന്നിട്ട് ഞങ്ങളുടെ പാസ്റ്ററെ കൂടെ ഒന്ന് പ്രാർത്ഥിപ്പീര്, മായയുടെ ഈ അസ്വസ്ഥതകളെല്ലാം അങ്ങ് മാറുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെയാലും ഇതൊന്നും ഒരു മാറി കിട്ടിയാൽ മതിയല്ലോ. ആ ഒരു ഇതിൽ ഞാൻ നടക്കാനൊന്നും വയ്യ. എന്റെ ഭവനത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കാണും. ഞാൻ പിതുക്കെ നടന്ന് ആ ചർച്ചിലേക്ക് ചെന്നു. അവിടെ പാഴ്സലേജിൽ ചെന്നപ്പോൾ ആ പാസ്റ്ററും ദേവദാസിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോ തന്നെ ആ കർത്താവിന്റെ ദാസനും ദാസിയും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, മായ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ വരണം, പ്രാർത്ഥനയ്ക്കൊക്കെ വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, എന്റെ ക്ഷീണവും തളർച്ചയും എല്ലാം മാറി ആരോഗ്യത്തോടെ ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങി പോകാൻ ഇടയായത്. എന്നാൽ അന്നേരം ഒന്നും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു യേശു, അല്ലെങ്കിൽ യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത്, ഇങ്ങനെ ഒരു യേശു ദൈവമുണ്ട് എന്നൊന്നും എന്റെ മനസ്സിലില്ല. എനിക്ക് എങ്ങനെയാലും ഇതിൽ നിന്നൊരു വിടുതൽ മതിയായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് പറയട്ടെ, എന്റെ മാതാവ് ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ നല്ല ഒരു മാതാവാണ്. കാരണം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഒരു നല്ല സ്ത്രീയെ കണ്ടിട്ടുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ മാതാവിനെയാണെന്ന്. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കമായ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മാതാവായിരുന്നു എന്റെ മാതാവ്. അപ്പം ഞാൻ എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്റെ മാതാവ് എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ എന്താ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവത്തിനെല്ലാം മാറ്റം വരുന്നു. ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല, അമ്മ ആഹാരം കഴിക്കുന്നില്ല, ഞങ്ങളുടെ അച്ഛനോട് ഭയങ്കര വഴക്ക്, അസഭ്യം പറയുകയാ. തരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെല്ലുകയോ, വെട്ടാനൊക്കെ വാക്കത്തി കൊണ്ട് ചാടി ചെല്ലുകയാ. ഈ അച്ഛനെ അടിക്കാൻ വരുമ്പോഴല്ല ഞാൻ ഈ ഇടയ്ക്ക് കയറി എനിക്ക് ഈ അടിയെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. രാത്രിയിൽ ഉറക്കമില്ല. അങ്ങനെ ഞാൻ മാനസികമായിട്ട് അങ്ങ് തകർന്നു. ഒന്നാമത് എന്റെ കുടുംബജീവിതം തകർന്നു നിൽക്കുക, വല്ലാത്തൊരു അവസ്ഥയിലായി കുടുംബജീവിതം. അദ്ദേഹത്തിന്റെ വീട്ടില് എനിക്ക് ഒരു മകൻ ഉണ്ടായി. ആ മകനും ഞാനുമാണ് എന്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു തരത്തിലും പറ്റാതെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോ ചിന്തിച്ചു. അപ്പം എന്റെ അമ്മ മാവേലിക്കര തട്ടാരമ്പലം എന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഹിന്ദുവിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരി എന്റെ അമ്മയുടെ അടുത്ത് നിരന്തരം ചെല്ലുകയും അമ്മയോട് സുവിശേഷമൊക്കെ പറഞ്ഞ്, അങ്ങനെ അമ്മ എന്ത് ചെയ്തു, ആ സഹോദരിയുടെ കൂടെ അവരുടെ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. അപ്പോൾ അവിടെ കടന്നുപോയി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. അപ്പൊ വീട്ടിലറിയാതെ അമ്മ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ഈ പ്രയറുള്ള സമയത്തെല്ലാം ആ പ്രയറിന് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഇത് ഞാൻ അന്നേരം ഒന്നും അറിഞ്ഞെങ്കിലും കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അമ്മ ഇങ്ങനെ എവിടെയോ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ
ചിന്തിച്ചു, ഈ അമ്മയുടെ വിഷയം അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുങ്ങി ഈ മാവേലിക്കര കല്ലുമല എന്ന ഒരു സ്ഥലത്താണ് ആ ചർച്ച്. ഞാൻ അവിടെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഒരു വീട്ടിലാ കൂട്ടായ്മ നടക്കുന്നത്. അപ്പം അന്ന് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പൊ ആ വീട്ടിൽ താമസിക്കുന്ന ആന്റിയെ ഞാൻ കണ്ടിട്ട് ഞാൻ ഇന്നാരുടെ മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ നിന്ന് കരയുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതായ ആ കർത്താവിന്റെ ദാസൻ അവിടേക്ക് വന്നപ്പോൾ ഈ ആന്റി എന്നെ പരിചയപ്പെടുത്തി. ആ പാസ്റ്റർ എന്നോട് അന്നൊരു ചോദ്യം ചോദിച്ചു, മായയ്ക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ ഒരു വാക്ക് തന്നെ. എനിക്ക് അറിയില്ല എന്താന്ന്. പക്ഷെ അന്നേരത്തെ ആ മാനസിക അവസ്ഥ ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ വാക്കുകളൊക്കെ ഞാൻ ഏറ്റുപറയുവാൻ ഇടയായി. അതിനുശേഷം ആ കർത്താവിന്റെ ദാസൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് അനുഭവിക്കുകയാ. എന്റെ ഹൃദയത്തിലേക്ക് ഒരു വല്ലാത്തൊരു സ്വസ്ഥത, ഒരു സമാധാനം എന്നിലേക്ക് ഇറങ്ങുന്നത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞു. കാരണം ആ സമയം വരെ മനസ്സിങ്ങനെ ഒരു സമാധാനമില്ലാതെ ഇങ്ങനെ തിരമാല അടിച്ച് കയറുന്നത് പോലെയുള്ള അനുഭവം എന്റെ മനസ്സിൽ സമാധാനവുമില്ല, സന്തോഷവുമില്ല, ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കർത്താവിന്റെ ദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥതയും ശാന്തതയും സമാധാനവും നന്നായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. കാരണം പിന്നീട് എനിക്ക് വചനത്തില് നമ്മുടെ തിരുവചനത്തിൽ കിടക്കുകയുണ്ടല്ലോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ആമേൻ. ഒരു ദൈവികമായ സമാധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, അത് നഷ്ടപ്പെട്ടു പോകും വേഗത്തില്. എന്നാൽ നമ്മുടെ യേശു കർത്താവ് തരുന്നതായ സമാധാനം അത് നമ്മുടെ മരണം വരെയും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സമാധാനമാണ്. അങ്ങനെ എനിക്ക് ലഭിച്ച ആ സമാധാനം എനിക്ക് സമാധാനം തന്ന ഈ ദൈവത്തെ ഞാനും കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാന് എന്റെ വീട്ടിലൊന്നും ഈ വിഷയങ്ങൾ പറഞ്ഞില്ല. പറഞ്ഞല്ലോ, ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഞാൻ ഈ പ്രോഗ്രാമിന് പോകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ കൂട്ടായ്മയുള്ള ദിവസങ്ങളിലെല്ലാം അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. എന്റെ യേശുപ്പച്ചനെ കൂടുതലായി ഞാൻ അറിയുവാൻ ആഗ്രഹിച്ചു. എനിക്ക് സമാധാനം തന്ന ദൈവം ആരാണെന്നും എന്താണെന്നും ഞാൻ കൂടുതലായി അറിയുവാൻ ആഗ്രഹിച്ചു. മുഖാന്തരം ഞാൻ കൂട്ടായ്മകൾക്ക് കടന്നുപോയി. ഞാൻ കൂട്ടായ്മകൾക്ക് കടന്നു പോകുന്നതിനനുസരിച്ച് എനിക്ക് ആ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാൻ തുടങ്ങി. ആ ദൈവസ്നേഹം എന്നിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലോകത്തെ വെറുക്കുവാൻ തുടങ്ങി. കാരണം ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിച്ചു വീഴണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാൽ എന്റെ യേശുവിന്റെ സ്നേഹം എന്നിലേക്ക് വന്നപ്പോൾ ഒന്നും അല്ല എന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കി. ഞാൻ അതൊക്കെ വെറുക്കുവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ, നന്നായിട്ട് ആഭരണം ധരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇതിലൊന്നും ഒരു കഴമ്പില്ല, ഇതൊന്നും എനിക്കൊരു സമാധാനം തരുത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒന്നൊന്നായി എന്റെ ആഭരണങ്ങളൊക്കെ കൂടുതലായി കിടന്നതെല്ലാം ഞാൻ അഴിച്ചു മാറ്റി. കാരണം മറ്റുള്ളവർ കുറ്റം പറയല്ലോ, അതുകൊണ്ട് പൊട്ടുപോലെ ഒരു കമ്മലും താലിമാലയും മാത്രം, മുഖത്ത് പൗഡർ പോലും ഞാൻ ഇടത്തില്ലായിരുന്നു. അത്രത്തോളം ഞാൻ ഈ ലോകത്തെ അങ്ങ് വെറുത്തിരുന്നു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആന്റിയെ ദൈവം ഒരുക്കി തന്നു. അത് മാവേലിക്കര അറുന്നൂറ്റുമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സുധാരാജൻ എന്നാണ് പേര്. ഇതുപോലെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു ആന്റി. ആ ആന്റിയുമായിട്ട് കർത്താവ് എന്നെ കൂട്ടിച്ചേർത്തു. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് ആന്റി താമസിക്കുന്നത്. അന്ന് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം വേഗത്തിൽ ഒതുക്കിയിട്ട് ഈ സൈക്കിൾ ചവിട്ടി ഈ ആന്റിയുടെ വീട്ടിലേക്ക് കയറി. കാരണം ഈ വചനം ബൈബിൾ ഒന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്നും. എനിക്കങ്ങ് താല്പര്യം അങ്ങോട്ട് ഓടിച്ചെല്ലാൻ, ദൈവത്തെ പറ്റി അറിയാനും ഒക്കെ അങ്ങ് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സൈക്കിൾ ചവിട്ടി അവിടെ ചെല്ലും. എന്നെ കാണുമ്പോൾ തന്നെ ആന്റി പണിയെല്ലാം മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് എന്നെ കൂടെ റൂമിനകത്തോട്ട് കയറും. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ബൈബിളിലെ വചനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് അങ്ങനെ എന്നെ നിരന്തരം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ആന്റിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് എന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, എടീ കണ്ണൻ വന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേര് കണ്ണൻ എന്നാണ്. അപ്പൊ എടീ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, നിന്നെ വിളിച്ചോണ്ട് പോകാനാ വന്നത്, കുഞ്ഞിനെ കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഞാൻ ഈ സൈക്കിൾ എടുത്ത് അതേ സ്പീഡില് ഈ ആന്റിയുടെ വീട്ടിലേക്ക് പോയി. ആന്റിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ആന്റി കണ്ണൻചേട്ടൻ വന്നു, എന്നെ വിളിച്ചോണ്ട് പോകാനാ വന്നത്, കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ആന്റി പറഞ്ഞു, മോനെ അങ്ങനെയെങ്കിൽ നീ വേഗം പൊക്കോ,
എന്നാ ഇവിടെ നിൽക്കണ്ട, വേഗം കണ്ണന്റെ വീട്ടിലോട്ട് പൊക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്കിനി ഇടിയൊന്നും കൊള്ളാൻ വയ്യ ആന്റി, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, മോളെ കുടുംബ ജീവിതമാ വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരും? കാരണം എന്റെ ഹസ്ബൻഡിന്റെ ദേശത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ലാത്ത ഒരു പിന്നെ ദേശമാണ് അത്. എന്റെ ഭർത്താവിന്റെ കുടുംബമൊക്കെ അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയാൽ എങ്ങനെ പോകും? അപ്പൊ ആന്റി എന്റെ അടുത്ത് പറഞ്ഞു, മോള് പോ, ദൈവം അതെല്ലാം ഒരുക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാക്കിനെ അനുസരിച്ച് ഞാൻ അന്ന് തന്നെ ഒരുങ്ങി എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകാനിടയായി തീർന്നു. ചെന്ന അന്നൊക്കെ വളരെ വളരെ സന്തോഷമായിരുന്നു. രണ്ടു മൂന്ന് ദിവസമൊക്കെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ പോയി. പക്ഷെ വീണ്ടും ഇദ്ദേഹത്തിന്റെ സ്വഭാവം പഴയതുപോലെ തന്നെ ആകുവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടിയോ വഴക്കോ സമാധാനമില്ലാടിക്കൊന്നും അല്ല. ചെന്നപ്പോ തൊട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ആകെപ്പാട് ഒരു അസ്വസ്ഥതയും ശ്വാസമുട്ടലും വല്ലാതെ ഞാൻ കരയുവാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ്. അപ്പോ ഇദ്ദേഹം ഈ രാത്രികളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞാൻ ഈ ബൈബിൾ, ഇദ്ദേഹം പോകുന്ന സമയത്ത് ഞാൻ ഈ ബൈബിൾ എടുത്ത് ശരിക്കും വായിക്കുകയും, ഒന്നും അറിയത്തില്ല, വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ ഇരുന്ന് ഞാൻ വായിക്കുകയും തൊട്ടപ്രേസ ഭിത്തി, ആ ഭിത്തിയുടെ അപ്രേസ അനിയനും അനിയത്തിയും ഒക്കെ കിടപ്പുണ്ട്, റൂമിലുണ്ട് അവര് എല്ലാം. ഒന്ന് ചുമച്ചാൽ തുമ്മിയാൽ അപ്രേസ കേൾക്കാം. പക്ഷെ ഞാൻ ഹൃദയം പൊട്ടി, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നു, കാരണം വെളി ശബ്ദം കേൾക്കലല്ലോ. അതുപോലെ ഞാൻ വിങ്ങി പൊട്ടി വിങ്ങി ഇരുന്ന് ആ വരുന്നിടം വരെ, നേരം വെളുക്കും വരെ ഒക്കെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീടിനടുത്ത് പാർക്കും ദേശത്തെ ക്രിസ്ത്യാനികൾ ആരുമില്ല, എല്ലാം ഹിന്ദുക്കളാ. ഒരു പ്രത്യേക ദേശമാ, ഞാൻ ആ ദേശത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോ ഒരു ദിവസം ഞാൻ ഇരുന്നപ്പോൾ എന്റെ വീടിന്റെ ഒരു 2-3 വീടിന് അപ്പുറത്തായിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു ആന്റി ആ റോഡിൽ കൂടെ ആഭരണം ഒന്നും ധരിച്ചിട്ടില്ല. അവരിങ്ങനെ നടന്നു വന്നിട്ട് അപ്പുറത്തെ വീടോട്ട് കയറി പോകുന്ന കണ്ടു. ഇവരെ കണ്ടപ്പോ എനിക്കില്ലല്ല വേഴാമ്പല് മഴക്കായി കാത്തിരിക്കുന്നതിന്റെ കൂട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറച്ചു നേരം എന്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ വേഗം പെതിയെ ആ വീട്ടിലോട്ടൊന്ന് ചെന്നപ്പോ ഈ ആന്റി അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ ഞാൻ ഈ ആന്റിയോട് പറഞ്ഞു, ആന്റി ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരാവോ എന്ന് ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു, മോളെ ഞാന് തുണ്ടത്തിൽ ഒരു സഭയില, റാന്നിയില് മേനാന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ തുണ്ടത്തില് നമ്മുടെ പ്രിൻസ് റാന്നി പാസ്റ്ററുടെ ചർച്ച്, അവിടെയാ ഞാൻ പോകുന്നത്. മോളൊരു ദിവസം ഒരു കാര്യം ചെയ്ത് സൺഡേയില് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൺഡേ ആയപ്പോഴത്തേക്ക് ഒരു ബിഗ് ഷോപ്പിയറൊക്കെ തൂക്കി അതിനകത്ത് ബൈബിളും ഒക്കെ വെച്ചിട്ട് ചന്തയിൽ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബിഗ് ഷോപ്പിയൊക്കെ തൂക്കി അവിടെ ചെന്നിട്ട് ആ കൂട്ടായ്മയ്ക്ക് ഞാൻ അവിടെ ചെന്ന് എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ പ്രിൻസ് പാസ്റ്റർ എന്നെ കണ്ടപ്പോ പറഞ്ഞു, മോളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ പ്രിൻസ് പാസ്റ്ററുടെ പപ്പയും മമ്മിയും ഒക്കെ ഉണ്ട്. അവരെല്ലാം എനിക്ക് അവിടുത്തെ മമ്മി എനിക്ക് ഭയങ്കര കൈത്താങ്ങലായിരുന്നു, ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരുന്നു. ബസ്സിനാണല്ലോ പോകുന്നത്. അപ്പം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ബസ്സിൽ കയറുമ്പോൾ എന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാതെ റാന്നി സ്റ്റാൻഡിൽ ചെന്നിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിന്നിട്ട് അങ്ങോട്ടൊന്ന് മാറി ഓട്ടോ വിളിച്ച് ഞാൻ ഈ സ്ഥലത്ത് ചെല്ലും. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാര് എന്നെ അവിടെ വെച്ച് അങ്ങോട്ട് കണ്ടു. അവര് വന്ന് കണ്ണൻചേട്ടനോട് പറഞ്ഞു, കണ്ണാ നിന്റെ ഭാര്യ അതാണ്ട് അവിടെ നിന്ന് മേലുകീഴ് ചാടുന്നുണ്ട്, നിർത്തിക്കോണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് കണ്ണൻചേട്ടൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചേട്ടി നീ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയി? ഞാൻ പറഞ്ഞു ഇല്ല കണ്ണൻചേട്ടാ പോയില്ല. എന്നാ? ഓ ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ മൂത്ത പൈതലുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്കുണ്ടായി. കാരണം അവൻ ട്യൂഷന് പോകാതെ മടി പിടിച്ചിരുന്നപ്പോ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഇവനറിയാം ഞാൻ ഈ ബൈബിള് വായിക്കുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇത് മനസ്സിൽ വെച്ചിട്ട് അവന്റെ അച്ഛൻ വന്നങ്ങോട്ട് കയറുകയും ഇവൻ പറഞ്ഞു, ചാച്ചാ മമ്മിയുടെ ബൈബിള് ദേ ആ പെട്ടിക്കകത്തിന് പോണ്ടെന്ന്. അയ്യോ, അത് കേൾക്കേണ്ട താമസം ഇദ്ദേഹം ആ പെട്ടി തുറന്ന് ബൈബിൾ എടുത്തിട്ട് എന്റെ മുമ്പിൽ, അത് റോഡ് സൈഡാ വീട്, ആ റോഡിന്റെ സൈഡിലോട്ട് പോയി അത് ആ ഓരോ പേപ്പറും വലിച്ചു കീറി പീസാക്കി അത് അവിടെ ഇട്ട് കത്തിക്കുവാൻ ഇടയായി തീർന്നു. അത് കത്തിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കണഞ്ചേട്ടാ
ഇതിലും ഭേദം എന്നെ കത്തിച്ചാൽ മതിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമല്ലോ. നന്നായിട്ട് എന്നെ ഉപദ്രവിച്ചു, നന്നായിട്ട് ഉപദ്രവിച്ചു. ഒരു മനസാക്ഷിയില്ല. അദ്ദേഹത്തിന്റെ ദേഷ്യം തീരുന്നിടം വരെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പം നന്നായിട്ട് ഉപദ്രവിച്ചു. ഇതുപോലെ ഒരു ദിവസം ഈ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് പച്ച തേക്കിന്റെ കമ്പ് കോതിയിട്ടേക്കുമായിരുന്നു. ആ ഇട്ടിരിക്കുന്ന ആ കമ്പെടുത്ത് ഒരു കാളയെ എങ്ങനെ അടിക്കാം അതുപോലെ എന്റെ പുറം നെടുകെ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. ഒത്തിരി അല്ല, ഒന്നും രണ്ടും ഒന്നും അല്ല, അതുപോലെ എന്റെ പുറത്തെല്ലാം കൂടെ അടിച്ച് ഭയന്ന് ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിൽ പോയി ഒളിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കൈ അദ്ദേഹം തല്ലി ഒടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മനസാക്ഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ സംഭവം അറിഞ്ഞു. അതോടുകൂടി ഞാൻ വീണ്ടും വീട്ടിലിരിപ്പായി പോയി. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാതെയായി. എന്നാലും ഞാൻ ദൈവസന്നിധിയില് നിലവിളിക്കാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, അതിനു മുമ്പും എനിക്ക് പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ എനിക്ക് പ്രതിസന്ധി ഒരുപാട് കൂടുവാനിടയായി, ഒത്തിരി കൂടുവാനിടയായി. പക്ഷേ ആ കഷ്ടങ്ങളും വേദനകളും പ്രതിസന്ധി വന്നപ്പോൾ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു സമയം പോലും അല്ലയോ വരേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യ ജീവിതം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നില്ല എന്ന് എന്റെ ഹൃദയത്തിൽ പോലും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. കാരണം ഈ അപ്പനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേനെ. അതുപോലുള്ള സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തെ അറിഞ്ഞിട്ട് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. മോശയോട് കൂടെയുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട്, നല്ല ഉറപ്പും ധൈര്യമുള്ളവളായി മാത്രം ഇരിക്കുക. കാരണം ആ ഒരു വചനം എനിക്ക് നൽകിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നത്തേതിലെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ മനസ്സിലായി. കർത്താവ് അന്ന് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ആമേൻ. ദൈവത്തെ തള്ളി പറയാതെ ഞാൻ നിന്നതുകൊണ്ട് ഒരുപാട് ഞാൻ ആ കഷ്ടത്തിലോ അതിലൊന്നും ഞാൻ തളർന്നു പോകുവാൻ ഇടവരാതെ വണ്ണം എന്റെ അപ്പൻ എന്നെ സൂക്ഷിക്കുവാൻ ഇടയായി. ഈ ഒരു വിഷയം വന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞതോടുകൂടി ഞാൻ വീണ്ടും വീടിനകത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. ഇദ്ദേഹം വൈകിട്ടത്തെ വിളക്ക് തീരും പിന്നെ നാമജപം ഒക്കെ വർദ്ധിപ്പിച്ചു. എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അമ്പലമുണ്ട് അവിടെ അമ്പലത്തിലേക്ക് എന്നെ ദിവസവും വെളുപ്പിനെ രാവിലെ തള്ളിവിടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെളുപ്പിനെ എണീറ്റ് കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചന്ദനം എടുത്തിട്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞുകൊണ്ട് പോയി അവിടെ അടുത്ത് ഈ ഇലകളൊക്കെ ഇരിക്കുന്ന മഴത്തുള്ളി അത് ചന്ദനം നനച്ചിട്ട് നെറ്റിക്കിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ അങ്ങനെ കടന്നുപോയി. വീണ്ടും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എല്ലാ ബുധനാഴ്ചയും എന്റെ വീട്ടില് ഒരു മുട്ട കൊണ്ടുതരുന്ന അമ്മാമയുണ്ട്. ഒരു ദിവസം ഈ അമ്മാമ വന്നപ്പോ ഞാൻ ചോദിച്ചു, അമ്മാമയ്ക്ക് ആരെയും പ്രാർത്ഥിക്കുന്നവരെ അറിയാവോ എന്ന് ചോദിച്ചപ്പം ഈ അമ്മാമ പറഞ്ഞു, അറിയാം, എന്റെ വീടിനടുത്ത് റബ്ബർ വെട്ടാൻ വേണ്ടി ഒരു ഫാമിലി വരുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നവരായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇത് അവരെവിടെ താമസിക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഇവർ വെട്ടുന്ന റബ്ബറിന്റെ ആ തോട്ടത്തിലേക്ക് ഞാൻ ചെന്ന് ഞാൻ ആ ചേച്ചിയെ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് അന്നൊരു വാക്ക് പറഞ്ഞു, മായയ്ക്ക് വിടുതലിന്റെ സമയമായി, ദൈവപ്രവർത്തിക്ക് സമയമായി എന്നിങ്ങനെ ഒരു വാക്ക് പറയാൻ ഇടയായി. ഇങ്ങനെ വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയോട് വരണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോ ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞെങ്കിലും ഒത്തിരി അതിനിടയ്ക്ക് എനിക്ക് ഒരു മകൻ കൂടി ഉണ്ടായി, ഇളയ മകൻ കൂടി ഉണ്ടായി. അപ്പോൾ ഈ കുഞ്ഞിനെ അംഗനവാടിയിലേക്ക് വിടേണ്ട സമയമായി. അപ്പോൾ ഈ പോകേണ്ട വീടിന്റെ ആ വഴിയിലാണ് അംഗനവാടി ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കുഞ്ഞിനെ അംഗനവാടി വിടാൻ പോവാന്ന് പറഞ്ഞ് ഈ ചുരിദാർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നൈറ്റിയൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുക. വഴിയൊന്നുമില്ല, ആരും കാണരുതല്ലോ. കാരണം എന്റെ ഹസ്ബൻഡ് ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ആളായതുകൊണ്ട് അറിയുമ്പോഴത്തേക്കുള്ള പ്രത്യാഘാതം എനിക്കറിയാം. ഒരനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് വളരെ ബുദ്ധിയോടൊക്കെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ നൈറ്റിയൊക്കെ ഇട്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പൊക്കോണ്ടിരുന്നു. ഒരു ദിവസം കണഞ്ചാന്റെ ഒരു കൂട്ടുകാരനെ എന്നെ വഴിയിൽ വെച്ച് കണ്ടു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അത് കിലോമീറ്ററുകൾ അപ്പുറം, ഒത്തിരി ദൂരമാ. അപ്പൊ എന്നോട് പറഞ്ഞു, മായ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കണ്ണനോടൊന്നും പറയത്തില്ല, നീ എന്റെ വീട്ടിൽ വന്നിട്ട് നൈറ്റി അവിടെ ഊരി വെച്ചിട്ട് നീ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ബ്രദറ് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നു. കണഞ്ചനോട് പറഞ്ഞുമില്ല, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പറയട്ടെ പ്രിയമുള്ളവരെ, കാലപ്രേമേണ ആ കുടുംബവും വിടുവിക്കപ്പെടുവാൻ ഇടയായി.
ഹാലേലൂയ, ഹാലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവന് പനി വന്നു, ടൈഫോയിഡ് വന്ന് ഇച്ചിരി സീരിയസ് ആയി. റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെ ഞാനിങ്ങനെ ആ കുടുംബത്തോട് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ചേട്ടൻ ഹോസ്പിറ്റലിലാ എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകിട്ട് അവര് ഈ റൂമിലേക്ക് കടന്നു വന്നു. റൂമിലോട്ട് കടന്നു വന്നു. കണച്ചനോട് സംസാരിച്ചു. കണച്ചന് താല്പര്യത്തോടൊക്കെ അവരോട് സംസാരിച്ച് ഇറങ്ങാൻ നേരം ആ ദൈവദാസൻ പറഞ്ഞു, സഹോദര ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാ കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കണച്ചയുടെ സ്വഭാവം മാറി. അദ്ദേഹം ദേഷ്യപ്പെട്ട് തിരിഞ്ഞും കിടന്നു. എങ്കിലും അവര് വകവെക്കാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ സൗഖ്യമായി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇച്ചിരി സ്നേഹത്തിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചോദിച്ചു, കണച്ചേട്ടാ നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, നമുക്ക് ഒരു നമ്മുടെ ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഞാന് പറഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്റെ കൂടെ ഒരിടം വരെ വരാമോ എന്ന് ചോദിച്ചു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആ പ്രിൻസ് പാസ്റ്റർ ചർച്ചില് വൈകിട്ട് ഒരു ദിവസം ആ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം അവിടെ മമ്മിയുണ്ട്, പപ്പയുണ്ട്. ഞാൻ അവിടെ ചെന്ന് കണച്ചൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ ഉടനെ ഞാനും വീടിനകത്തോട്ട് കയറിയിട്ട് മമ്മിയോട് പോയി പറഞ്ഞു, മമ്മി കണച്ചേട്ടൻ വന്നു. പക്ഷെ മമ്മി വിശ്വസിച്ചില്ല. നീ പോടി കള്ളം പറയാതെ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല വന്നു എന്നോട്. മമ്മി ഓടി വന്ന് കണ്ടു. പപ്പായും വന്നു. കുറച്ചു നേരം അവർ സംസാരിച്ചു. എന്നിട്ട് കണച്ചൻ എണീറ്റ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ പപ്പ പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു മേത്ത് തലയിലോ മറ്റോ കണച്ചന്റെ കൈ വെച്ചപ്പോ കണച്ചൻ ആ കൈ തട്ടി മാറ്റി. അങ്ങനെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടാമത് ഞാൻ കൂട്ടായ്മയ്ക്ക് പോയിടത്തോട്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞ് കാണിച്ചിട്ട് ഒരു നല്ല ഒരു അന്ന് ഹോസ്പിറ്റലിൽ വന്ന ഒരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ട്, നമുക്കൊരു ദിവസം അവരുടെ വീട്ടിൽ വരെ പോകാന്ന് പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല എന്തോ പുള്ളി എതിർത്തു ഒന്നുമില്ല, എന്റെ കൂടിക്ക് വന്നു. ആ ഒരു ദിവസം വൈകിട്ടാ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരുടെ ആ സ്നേഹവും സഹകരണവും ഒക്കെ കണ്ടപ്പോൾ കണച്ചൻ ഒത്തിരി അതങ്ങ് ഫീൽ ചെയ്തു. അവരോട് വലിയ താല്പര്യം തോന്നി. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇദ്ദേഹം തന്നെ എന്റെ അടുത്ത് പറയുവാൻ തുടങ്ങി, നമുക്ക് അവിടെ പോകാം. അങ്ങനെ എന്നെ കൊണ്ട് അവിടെ പോകാൻ തുടങ്ങി. പോകുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വിശ്വാസം വളരാൻ തുടങ്ങി. അങ്ങനെ വളരാൻ തുടങ്ങി. അവിടെ എന്നും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ബൈക്കൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം അവിടെ ഇരുന്നപ്പോ കണച്ചേട്ടൻ പറഞ്ഞു, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നും ഇവിടെ വന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസൻ നമുക്ക് പ്രാർത്ഥിക്കാൻ സഹോദര എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ കണച്ചേട്ടൻ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിറ്റേ ദിവസം ലോട്ടറി എടുത്തു. ആ ലോട്ടറി അടിച്ച് 1.5 ലക്ഷം രൂപ. ആ ലോട്ടറി അടിച്ച ആ പൈസ കൊണ്ട് അദ്ദേഹം അന്ന് തന്നെ പൈസ കൈ കിട്ടി അന്ന് തന്നെ ഒരു ബൈക്ക് എടുക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഈ ബൈക്കിൽ നിരന്തരം പോകാൻ തുടങ്ങി. അങ്ങനെ പോയപ്പോൾ ആൾക്കാര് സ്വാഭാവികമായിട്ട് സംശയിക്കുമല്ലോ. ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കണച്ചന്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. ഒരു ദിവസം ഞങ്ങളുടെ വീടിനകത്തിരുന്ന നിലവിളക്ക്, അവിടെ ഇരുന്ന ഫോട്ടോകളെല്ലാം എടുത്ത് കണച്ചൻ ആ അയ്യത്തോട്ട് കൊണ്ടുപോയി എല്ലാം കത്തിച്ചു കളഞ്ഞു. നിലവിളക്ക് അവിടുന്ന് എടുത്ത് മാറ്റി. ഭയങ്കര വിഷയമായി. അനിയനുണ്ട്, അമ്മയുണ്ട്, അച്ഛനെ മരിച്ചു. അമ്മയും അനിയനും അനിയന്റെ ഭാര്യയൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് വിഷയമുണ്ടായി. കണഞ്ചന്റെ തല അദ്ദേഹം ഒരു കല്ല് കൊണ്ടുവന്ന് തല അടിച്ച് പൊട്ടിച്ച് 7 സ്റ്റിച്ചോളം ഈ ഉച്ചിയിൽ ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഭയങ്കര വിഷയമായി. ഞങ്ങൾ പോകുന്ന വീട് ഇവർ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തകരെ, കണച്ചേട്ടനും ആ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാ, അവര് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കണ്ണാ നമുക്കൊരു വിശ്വാസമുണ്ട്, നീ അതിൽ ഉറച്ചു നിൽക്കണം. നമുക്കൊരു പാരമ്പര്യമുണ്ട്, അതിൽ നീ ഉറച്ചു നിൽക്കണം. നീ ഈ പെണ്ണുമ്പിള്ള പറയുന്നത് കേട്ടൊന്നുകൊണ്ടൊന്നും നീ പോവരുത് എന്നിങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോയി. അന്ന് കണച്ചൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ കണച്ചൻ അതിലൊന്നും ഒരു മാറ്റം വന്നില്ല. അവര് വന്ന് ഭീഷണിപ്പെടുത്തിയാലും അല്ലെങ്കിൽ വീട്ടിലെ അനിയന് ബഹളം ഉണ്ടാക്കിയാലും ഒന്നും കണച്ചന്റെ ആ വിശ്വാസത്തിനൊന്നും ഒരു കോട്ടം വന്നില്ല. കാരണം വിശ്വാസത്തിലേക്ക് വരുന്നതേ ഉള്ളല്ലോ. അത് എനിക്ക് തോന്നുന്നു 2006 ഡിസംബർ മാസത്തിലെ ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ 2007 ജനുവരി 1-ാം തീയതി ഞാൻ റൂമിൽ നിന്നും വെളിയിലോട്ട് കതവ് തുറന്നിറങ്ങിയപ്പോൾ ഞാൻ അങ്ങ് ഭയന്നുപോയി. കാരണം ആ വീടിന്റെ മുറ്റം മൊത്തം അന്ന് റാന്നിയിൽ എവിടെയോ സുരേഷ് ബാബു പാസ്റ്ററുടെ കൺവെൻഷൻ അതിന്റെ നോട്ടീസ് ഇങ്ങനെ ആ മുറ്റം മുഴുവനും നിരത്തിയിട്ടേക്കും. ഞാനിത് കണ്ട് ഭയന്നുപോയി. ഭയന്നിട്ട് ഇത് വേഗം ഞാൻ ഇതെല്ലാം കൂടി വാരി എടുത്തു. കാരണം ഇത് കണച്ചടം കണ്ട ഭയപ്പെട്ട് പിന്നെ ഒന്നും വരാതിരുന്നാൽ പ്രാർത്ഥനയ്ക്കൊന്നും പോയി തുടങ്ങിയില്ല. ആ വീട്ടിൽ പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെല്ലാം എടുത്ത് ഞാൻ അപ്പൊ അതില്
ഞാൻ എഴുതിയേക്കുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന്. അപ്പൊ അങ്ങനെ ഒരു വാക്യം അതിൽ കിടന്നത്, കാരണം അത് എന്റെ ഹൃദയത്തിൽ ആ വചനം ടച്ച് ചെയ്തു. പിന്നത്തേതിൽ, കാരണം ഒരിക്കലും ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. അങ്ങനെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി, ഒരിക്കലും വരാൻ സാധ്യതയില്ല. ആ സാധ്യതയില്ലാത്ത മേഖലയിൽ നിന്നാണ് എന്റെ അപ്പൻ എന്റെ പ്രിയപ്പെട്ടവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. അന്ന് ഞാൻ ഈ നോട്ടീസ് എല്ലാം എടുത്ത് അദ്ദേഹം കാണാതെടുത്ത് മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുറെ പേര് ഇതിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാം കൂടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കണ്ണാ, ഈ എടപ്പാവു ദേശത്ത് താമസിക്കണമെങ്കിൽ നീ നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കണം, നമ്മുടെ പാരമ്പര്യത്തിൽ നിൽക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൊക്കോണോന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഭീഷണിപ്പെടുത്തി. പ്രിയപ്പെട്ടന്റെ വീട്ടുകാർ എതിർത്തു. അവരും വിഷയങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങള് വാരിക്കെട്ടി മറ്റൊരു ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഞങ്ങൾ പോയി താമസിക്കുവാനിടയായി. മദാപ്പാറ എന്ന സ്ഥലം, അയിരൂര് മദാപ്പാറ എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് അവിടെ പോയി താമസിക്കുവാനിടയായി. അപ്പം അവിടെ പോയി താമസിച്ചു തുടങ്ങിയപ്പോ തൊട്ട് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ തന്നെ ഒരു കൂട്ടായ്മ തുടങ്ങുവാനിടയായി. ഞങ്ങൾ രണ്ടാമത് ഞാൻ പ്രയറിന് പോയ ആ ദേവദാസിയും കൂടെ അവിടെ കൂട്ടായ്മയ്ക്ക് അവിടെ തുടങ്ങുവാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ എന്നും 12 മണി ആവുമ്പോഴത്തേക്ക് അണച്ചേട്ടനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3-4 ഈടിക്ക് താഴെയായിട്ടായി ഈ വീട്, ഒരു ക്രിസ്ത്യാനിയുടെ വീടാ. അപ്പോൾ കണച്ചേട്ടൻ ആ വെന്റിലേഷനിലൂടെ നോക്കിയപ്പോൾ കുറെ പേര് ആ മേളത്തെ ഈടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ആരാന്നൊന്നും മനസ്സിലായില്ല, ഇരുട്ടാന്നില്ല, രാത്രിയില്ല. കണച്ചൻ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ എന്തോ മുറ്റത്ത് വന്ന് വീഴുന്ന ഒരു സൗണ്ട് കേട്ടിരുന്നു. പക്ഷെ ഞങ്ങൾ കതവ് തുറക്കാനൊന്നും പോയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കതവ് തുറന്ന് വെളിയിലോട്ട് ചെന്നപ്പോൾ, പറയട്ടെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുക 2 ബോംബ്. ആ ബോംബ് അവര് വലിച്ചെറിഞ്ഞതാ. ദൈവത്തിന്റെ കൃപയാൽ അത് പൊട്ടാതെ ദൈവം സൂക്ഷിക്കുവാൻ ഇടയായിട്ടുണ്ട്. അന്ന് അത് പൊട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ കുടുംബം കാണത്തില്ല. പ്രൈസ്. കാരണം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണല്ലോ. കർത്താവിന്റെ സന്നിധി നമ്മൾ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ ഏത് അനർത്ഥത്തിൽ നിന്നും ഏത് അപകട ഘട്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എന്നാൽ പ്രതിസന്ധി പ്രതികൂലവും വന്ന് നാം ഭയപ്പെട്ട് പിന്മാറിപ്പോയാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം പരാജയപ്പെടുവാൻ ഇടയായി തീരും. എന്നാൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ കൂട്ടായ്മ നടക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ളവരെല്ലാം കൂടെ കുറെ പേര് വന്ന് വീഡിയോ പിടിച്ച്, ചെരുപ്പുകളുടെ വീഡിയോ പിടിച്ച്, അതിനകത്ത് കൂട്ടായ്മ നടക്കുന്ന വീഡിയോകളൊക്കെ പിടിച്ച്, എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വത്തെ കാണിക്കേണ്ടതായിട്ടുണ്ട്, ഇവരിങ്ങനെ മാറി, അതുകൊണ്ട് ഇവരെ ഇതിൽ നിന്നും പേര് വെട്ടിക്കളണം, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അന്ന് അവർ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് പോകാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവൻ, ഞങ്ങൾ അന്ന് ചർച്ചക്കോടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ കൂട്ടായ്മ അവിടെ നിന്നു. എന്നിട്ട് കോഴഞ്ചേരിയിലുള്ള ഒരു ചർച്ചക്കോടിൽ ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. ആ ചർച്ചയിൽ ഒരു കൂട്ടായ്മ, ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കുടുംബമുണ്ട്, അവിടെ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം കണച്ചേട്ടനെ പ്രയറിന് അവിടെ പോയി ഒരാൾ വന്നിങ്ങനെ വിളിച്ച് താഴോട്ട് ഇറക്കി. മുകളിലത്തെ നിലയിലാണ് പ്രാർത്ഥന നടക്കുന്നത്. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് കണച്ചേട്ടൻ എന്തോ പന്തികേട് തോന്നി. ആ ദേവദാസിനോട് പറഞ്ഞു, പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ചോണേ, ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് കണച്ചൻ ഇറങ്ങി വന്നു. അപ്പൊ ഒരു ഇടവഴിയാ. അപ്പൊ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ ഒരു മാരുതി വാൻ അവിടെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. ആ മാരുതി വാനിലേക്ക് കണച്ചൻ കയറിയിരിക്കുക, സ്നേഹത്തോടെ കയറിയിരിക്കുന്നു. അപ്പൊ കണച്ചൻ അങ്ങോട്ട് കയറി ചെയ്തിട്ട് എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവര് ഒന്നും പറഞ്ഞില്ല. പക്ഷേങ്കില് അവര് അന്ന് ഒരു 7 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് കൊടുക്കാനിടയായി തീർന്നു. അവര് പറഞ്ഞു, ഇത് 7 ലക്ഷം രൂപയുണ്ട്, ഈ പൈസ വാങ്ങിച്ചിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി നീ കറുത്ത ബൈബിൾ എടുക്കാനോ നീ പ്രാർത്ഥനയ്ക്ക് പോവാനോ തുനിയരുത്. ഇനിയും നീ പോയി കഴിഞ്ഞാൽ നിന്നെ പമ്പയാറ്റിൽ ഞങ്ങൾ കെട്ടി കയറ് കെട്ടി ഇറക്കോ, കല്ല് കെട്ടി ഇറക്കുമെന്ന് താഴ്ത്തുമെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൻ അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് 7 ലക്ഷം രൂപ തരാനല്ലേ കഴിയുള്ളൂ, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് 7 കോടി തരുവാൻ കഴിയുമെന്ന് അന്ന് എന്റെ പ്രിയപ്പെട്ടവൻ പറയുവാൻ ഇടയായിത്തീർന്നു. കാരണം ആ സമയം ഖർവാപ്പസി സമയമാണ്. അങ്ങനെ ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യയിലേക്ക് വന്നവരെല്ലാം കൊണ്ടുപോകുന്ന ഒരു ടൈമാ. ആ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് അവരെന്ത് ചെയ്തു, ശരിക്കും എന്റെ പ്രിയപ്പെട്ടവനെ ഉപദ്രവിക്കുവാൻ ഇടയായി. ഈ കണ്ണൊക്കെ ഇടിച്ച്, കണ്ണിനിടിയേറ്റു, പല്ല്
പോയി. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച് എന്തായാലും ദൈവത്തിന്റെ കൃപയാലെ ആ വഴി നേരെ 6 കടവിലോട്ടാ പോകുന്നത്. ഒരാൾ ആ സമയം തന്നെ പശുവിനെ കുളിപ്പിക്കാനായിട്ട് അതിനെ കൂടെ വന്നപ്പം ഇവര് കണച്ചനെ തള്ളി ഇറക്കിയിട്ട് വാൻ വിട്ടു പോകാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം എന്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലുണ്ടായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സൗദിക്ക് പോവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ കണ്ണിന്റെ വിഷയമൊക്കെ ഉള്ളത് കൊണ്ട് കണ്ണിന് നല്ലവണ്ണം ഡാമേജ് പറ്റിയിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ഡ്രൈവർ ജോലിയിലാണ് നിന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കണ്ണിന് അസ്വസ്ഥത ഉണ്ടായി. അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ കണച്ചനെ ജോലി ചെയ്യുന്ന അറബിയോട് പറഞ്ഞു, ഇവനെ എത്രയും പെടുന്ന നാട്ടിൽ കയറ്റി വിടണം, ഇതിന്റെ വെയിന് കംപ്ലൈന്റ് വീക്കായി തുടങ്ങി, കണ്ണിന് കാഴ്ച പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പോയിട്ട് 6 മാസമേ ആയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കണച്ചനെ. അപ്പൊ നിന്നെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടുന്നത്, എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന്. അപ്പൊ കണച്ചനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്നെ വൈകിട്ട് വിടണ്ട, പിന്നെ പകല് ഞാൻ എവിടെയെങ്കിലും ഓടാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവിടുത്തെ അദ്ദേഹത്തിന്റെ വൈഫും മക്കളും കൂടെ അദ്ദേഹവുമായിട്ട് ഇച്ചിരി യാത്ര പോകാനിടയായി. ആ പോകുന്ന പോക്കിൽ കണച്ചന്റെ കാണിന് കാഴ്ച കുറവാണല്ലോ, എതിരെ വന്ന വണ്ടി കണ്ടില്ല, ആ വണ്ടി കൂട്ടിയിടിക്കുവാനിടയായി. കൂട്ടിയിടിച്ച് അറബിയുടെ വൈഫിനും മകൾക്കും നല്ല പരിക്ക് പറ്റി. ദൈവത്തിന്റെ കൃപയാല് ഒരു തൊലി പോലും കണച്ചന്റെ പോയില്ല. ആ ഫോട്ടോ ഒക്കെ കാറിന്റെ എനിക്ക് അയച്ചത് കോടികളോ വിലയുള്ള ഒരു കാറായിരുന്നു. അത് അയച്ച കാരണം അവിടൊക്കെ ഒരു വിഷയം ഉണ്ടായി, അന്നേരം തന്നെ പിടിച്ച് ജയിലിലിടും. പക്ഷേ ഈ അറബി ഏതോ ഒരു ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ജയിലിലൊന്നും അടയ്ക്കാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പക്ഷെ അവിടുന്ന് ഇറക്കി 7ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ഭവനത്തിൽ വരുവാനിടയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവൻ ഒത്തിരി സാക്ഷ്യമുണ്ട്. അവിടെ പോയി അറ്റാക്ക് വന്നതും ദൈവം അതിന് വിടുവിച്ചതും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി, ആമേൻ സ്തോത്രം, കയറ്റിയിട്ട് അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ഓപ്പറേഷൻ കൂടാതെ തിരിച്ചിറക്കിയ ഒരു വ്യക്തിയാണ് എന്റെ പ്രിയപ്പെട്ടവൻ. ഹല്ലേലൂയ. സൗദി പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പേര് മറന്നുപോയി. അതിന്റെ 70 വർഷം പരിചയമുള്ള ഇതുള്ള ഒരു ഹോസ്പിറ്റലാ. ആദ്യത്തെ സംഭവ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ഇല്ലാതെ തിരിച്ചിറക്കി. അത്ര അത്ഭുത വിടുതലുകള് എന്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നു. വിശ്വാസ ജീവിതം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞങ്ങളുടെ 2 ഭവനക്കാരെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളേതായ വീതം തരുവോ ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ 2 ഭവനങ്ങളിൽ ഞങ്ങളെ കയറ്റത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം, ഏത് കഷ്ട സമയത്തും ഏത് ദുഃഖ സമയത്തും, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കൈവിടാത്ത ഒരു ദൈവമാണ് ഈ യേശു ക്രിസ്തു എന്ന്, ഹല്ലേലൂയ സ്തോത്രം, നാം രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം എത്രത്തോളം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. ആശ്രയിപ്പാൻ ആരുമില്ല. പലപ്പോഴും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നാം മനുഷ്യരിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നോക്കും. നമുക്കൊരു ആശ്രയമായിട്ട് അവർ വരും, അവര് നമ്മെ താങ്ങും, നമ്മെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ. എന്നാൽ വരുത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ആശ്രയിച്ച് ഹല്ലേലൂയ കൂടെ നിൽക്കുവാൻ, നമ്മെ ചേർത്ത് നിർത്തുവാൻ, നമ്മെ ഉള്ളം കരത്തിൽ വഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്റെ ജീവിതത്തിൽ അത് വലിയ നഷ്ടമായി പോയേനെ. എന്റെ യേശുവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്റെ കുടുംബം എന്നേ തകർന്നു പോയേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടുകാർ ഉപേക്ഷിച്ചാലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും, ആമേ, സ്വന്തം ഭവനമില്ലെങ്കിൽ, ഇന്നും ഞങ്ങൾ റെന്റ് വീട്ടിലാണ് താമസിക്കുന്നത്, എങ്കിലും സ്വന്തം ഭവനമില്ല, സമ്പാദ്യമില്ലെങ്കിലും, ആമേ, ഒരു സമാധാനം, ഒരു സന്തോഷം, സ്വസ്ഥത ഭവനത്തിനകത്ത് ഏത് നിമിഷവും തളം കെട്ടി നിൽക്കുന്ന ഒരു അനുഭവം. ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് ഞങ്ങൾ നന്നായി രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ ഞങ്ങള് ദൈവത്തെ കുടുംബമായി
കുടുംബമായി ആരാധിച്ച് അയക്കുന്ന മേഖലകളൊക്കെ കർത്താവിന്റെ സാക്ഷിയായി കടന്നു പോകുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിക്കും ഞാൻ നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എന്റെ സാക്ഷ്യം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് ഏറ്റവും ഹാലലിയ മഹത്തരമാണ്. കാരണം സമാധാനമില്ലാത്തവർക്ക്, സന്തോഷമില്ലാത്തവർക്ക്, ഒരു കാലത്ത് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സാമ്പത്തികം ചിലവാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ എങ്ങും ലഭിക്കാതിരുന്ന സമാധാനവും സന്തോഷവും സ്വസ്ഥതയും എന്റെ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ നൽകി തരുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ കൃപയാൽ ഇന്ന് സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്ര അനുഗ്രഹമേറിയ സാക്ഷ്യം ഒറ്റ ശ്വാസത്തിലിരുന്ന് പിടിച്ച് കേൾക്കുകയായിരുന്നു. ഒറ്റ ശ്വാസം പിടിച്ച്. ആമേൻ. എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരുന്നു സാക്ഷ്യം. ഇന്ന് നിങ്ങൾ കുടുംബമായിട്ട് ഹല്ലേലൂയ കർത്താവിനെ സാക്ഷിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. എത്ര കഷ്ടങ്ങൾ, എത്ര പ്രയാസങ്ങൾ ജീവിതത്തിന്റെ പാന്താവിൽ ആഞ്ഞടിച്ചു. ഇന്ന് പറയുവാൻ കഴിയുമല്ലേ, അന്ന് ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഇന്ന് ഏറെ ഗുണമായി എന്ന്. സ്തോത്രം. അടി ഇടി ഒരു വശത്ത്, ആമേൻ, പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ മറുവശത്ത്. എന്നാൽ ഇന്ന് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കിയ ആ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവിച്ചെങ്കിലേ കഴിയുകയുള്ളൂ, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നേ രാത്രിയിൽ നമ്മോടൊത്ത് പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഇത് ഒരു അസമയത്ത് നടത്തിയ ഒരു മീറ്റിംഗ് ആണ് എങ്കിൽ പോലും ഹല്ലേലൂയ ഈ സമയത്തും ആമേൻ നമ്മെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ പറയട്ടെ, ആമേൻ, കർത്താവിന്റെ ദാസിയിലൂടെ ഒരു വലിയ കാര്യങ്ങൾ കുടുംബമായിട്ട് ഇനിയും കർത്താവിന് ചെയ്യുവാനുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു, അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവവും പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു വീതവും അങ്ങനെ ഇങ്ങനെ ഒന്നും കിട്ടിയതല്ല. ഒറ്റയ്ക്ക് ഇറങ്ങി കർത്താവ് കടക്കാരനല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. നൽകിത്തന്ന് മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ദാസിക്ക് ആമേൻ ഇന്ന് ഇങ്ങനെയുള്ള കലാലോകത്തും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മാനസിക വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോടുമായിട്ട് ആമേൻ തൻ എന്താണ് ഒരിക്കൽ കൂടി തനിക്ക് അവരോട് പറയുവാനുള്ള ആഹ്വാനം. ആമേൻ. കർത്താവിന്റെ ദാസി ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന പലരും ചിന്തിക്കുക, അയ്യോ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർത്താവിന്റെ ദാസിയുടെ അനുഭവത്തിൽ സഹനശക്തി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലേ? അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ മനുഷ്യന് സ്വയം കഴിയുകയില്ല. നമ്മുടെ സ്വയം ശക്തി കൊണ്ട്, കാരണം നമ്മൾ സമൂഹത്തെ ഭയപ്പെടുന്നവരാണ്, ബന്ധങ്ങളെ നമ്മൾ നോക്കുന്നവരാണ്. കാരണം ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് മറ്റാരെങ്കിലും ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയം അലട്ടുന്നവരാണ് മനുഷ്യർ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കി കർത്താവിന്റെ ദാസിക്ക് എന്താണ് അവരോട് ഒരു സന്ദേശം പറയുവാനുള്ളത്? കാരണം ധീരമായൊരു സാക്ഷ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സാക്ഷ്യത്തിന്റെ മുൻപിൽ പതറാതെ നിൽക്കുവാൻ നമ്മുടെ ഇതുപോലെ ഇന്ന് ഭാരതത്തിലായിരിക്കുന്ന അനേകര് ഉണ്ട്. കർത്താവിന്റെ ദാസിക്ക് അവരോടുള്ള സന്ദേശം എന്താണ്? ഒരു വാക്കിൽ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞ് ഉറപ്പിക്കാമോ? യെശയ്യാ പ്രവാചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മൾ ഭയപ്പെടാതെ നിന്നാൽ, നമ്മൾ ഭ്രമിച്ചു പോകാതെ നിന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നാം പലതിനെയും കണ്ട് ഭയപ്പെട്ടും സങ്കടപ്പെട്ടും നാം മാറിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ ഈ യേശുവിൽ നാം ആശ്രയിച്ച് ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നിൽക്കാമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷനും കരുതലും സഹായവും സ്നേഹവും, കാരണം ഞാൻ ഇത് പറയുന്നത് നിറഞ്ഞ മനസ്സോടെ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചതാ. ഒരുപാട് പ്രതിസന്ധികളിൽ എന്നോട് കൂടെ നിന്ന ഒരു അപ്പനാ കർത്താവായ യേശു ക്രിസ്തു.
ഭയപ്പെടാതെ നിൽക്കുക മാത്രം ചെയ്താൽ മതി. സമാധാനമില്ലാതെ ഇന്ന് ലോകത്തിൽ സമാധാനമേ ഇല്ല. എവിടെ നോക്കിയാലും സമാധാനമില്ല, സന്തോഷമില്ല. സാമ്പത്തികം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേങ്കില് ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഇന്ന് ലോകം മുഴുവനും അതേ ഉള്ളു കാണാൻ. പക്ഷെ അവരോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, ഒന്നും വേണ്ട. നമ്മുടെ പണമോ ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം മാത്രം കർത്താവിനെ കൊടുത്താൽ, ആ കർത്താവിൽ വിശ്വസിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിയിക്കുവാൻ, നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുവാൻ, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം തരുവാൻ, ഏത് രോഗത്തിന്റെ അവസ്ഥകളാണെങ്കിലും ഹല്ലേലൂയ, വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Praise the പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആഹ്വാനം കൂടി നൽകിയതില്. പ്രത്യേകം ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ചിന്ത ഓടിയത് ഇങ്ങനെയാണ്. ഒരു ഹന്ന ആലയം വിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൾക്ക് പ്രതിയോഗി ഉണ്ടായിരുന്നു. അത് സ്വന്തം ഭവനത്തിൽ തന്നെയായിരുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് പ്രതിയോഗികളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ തകർത്ത് കളയുവാൻ പിശാച് വ്യക്തികളിൽ കൂടി പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസം തകർത്ത് കളയുവാൻ, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാതിരിക്കുവാൻ. കാരണം സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പോൾ അത് വ്യക്തികളിൽ കൂടി തന്നെ അസമാധാനം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തെ, അതെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, സിറ്റുവേഷൻസുകളെ എല്ലാം അതെ എന്താ ഒന്ന് നമ്മൾ നേരെ നിൽക്കുമ്പോൾ അത് വീണ്ടും തകിടം മറിച്ചുകൊണ്ട് സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അനുഭവം കടന്നു വരും. അതുകൊണ്ട് ഹന്ന അവിടെ ഒക്കെയും എന്താണ് ചെയ്തത്? അവൾ ആ സമയമൊക്കെയും ആരോടും പരാതി പറയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേട്ടപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത് ഇങ്ങനെയാണ്: പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ അവരോട് പടപൊരുതുവാനല്ല ഒരുങ്ങിയത്, എതിർക്കുന്ന പിശാചിനോട് പടപൊരുതിക്കൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരിയായി തീർന്നു. അടുത്ത റൂമിൽ കിടക്കുന്ന അനിയനെയും കുടുംബത്തെ പോലും ആ ശബ്ദം കേൾപ്പിക്കാതെ ഒരു ഹന്നായുടെ ചുണ്ട് അനങ്ങിയതേ ഉള്ളൂ. മദ്യവുമോ ലഹരിയോ ആമേൻ കുടിച്ചിട്ടുണ്ടോ എന്ന് പുരോഹിതനവളെ പരിഹസിക്കുന്ന സമയത്തും അവൾ ഒന്നും മറുപടി പറയാതെ, ഇല്ല, ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക എത്രയേ എന്ന് പറഞ്ഞതുപോലെ ആമേൻ നമ്മുടെ ജയശ്രീ സിസ്റ്ററും ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ അത് മറ്റാരുമല്ല കാണുന്നതും മറ്റാരുമല്ല കേൾക്കുന്നതും, സ്വർഗത്തിലെ ഒരു ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു, ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയുന്നു. തീർച്ചയായിട്ടും അതിന് മറുപടി കർത്താസിക്ക് ലഭിക്കുവാനിടയായി എന്ന് ഈ സാക്ഷ്യം നമുക്ക് ആമേൻ കേട്ടപ്പോൾ മനസ്സിലായി എങ്കിൽ, ഞങ്ങളെ ആമേൻ സദയം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ആത്മാർത്ഥയോടെ പറയട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. തകർന്നു പോകാതെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സമാധാനദായകനായ ആമേൻ ഒരു ദൈവമുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ചാൽ ആ ദൈവം നമുക്ക് നിത്യമായ സമാധാനം കൊണ്ട് ഹൃദയത്തെ നിറച്ച് ആശ്വസിപ്പിക്കുവാൻ ഇടയാകും. ആരുമില്ലാത്ത ഇടത്ത്, ഏകാന്തതകളിൽ, പെറ്റതള്ള പോലും മറന്നു പോകുന്ന സ്ഥാനത്ത് ഇന്ന് ഒത്തിരി സഹോദരി സഹോദരന്മാർ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഒരു പക്ഷേ എല്ലാ ചുറ്റുപാടുകളും, സാമ്പത്തികവും ആമേൻ വിദ്യാഭ്യാസ യോഗ്യതകളും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ ഹൃദയത്തിൽ സമാധാനമില്ല എങ്കിൽ ഒന്നുമേ ഉണ്ടാകുകയില്ല. ആകയാൽ ഇന്ന് സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, അത് നിത്യമായ സമാധാനമാണ്. ആകയാൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസ്തയോടെ മുന്നേറാം. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. കാരണം ഈ സാക്ഷ്യം അനേക ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നതാണ്. അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും ആമേൻ ഒരു തണലും ആമേൻ മാറേണ്ടതാണ്. അതുകൊണ്ട് ആമേൻ കർത്താവിന്റെ ആമേൻ ദാസിയുടെ സാക്ഷ്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ സദയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹീതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം. ഈ രാത്രിയുടെ വേളയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ലോകമുറങ്ങും കിടക്കുമ്പോൾ കർത്താവേ,
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെ ഇരിക്കുന്നുവല്ലോ. ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയുടെ അടുത്ത് വന്ന് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലായി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ പങ്കുവെച്ചു. കർത്താവെ അവിടുന്ന് എല്ലാം ശ്രദ്ധ വെച്ച് കേട്ടു. ഞങ്ങളോടൊത്ത ഈ സമയം ഈ സാക്ഷ്യം വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ സാക്ഷ്യം മറ്റ് ഇതര മീഡിയകളിലൂടെ കാണുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ഓരോ ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കണം. ഇന്ന് അനേക സഹോദരിമാര്, അനേക സഹോദരന്മാര്, അനേക കുഞ്ഞുങ്ങളെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നു. മദ്യത്തിന്, ലഹരി മരുന്നുകൾക്കും ഒക്കെ അടിമപ്പെട്ടവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ജീവിതത്തിന്റെ സമാധാനത്തിന്റെ നായകനായ ദൈവത്തെ കണ്ടെത്തുവാൻ അവർക്ക് കാരണമുണ്ടാക്കണം. ഈ സാക്ഷ്യങ്ങൾ മുഖാന്തരം കർത്താവെ, ഈ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിന്റെ ഓരോ ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന് സാക്ഷീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ഇതിലൂടെ ഉയർത്തപ്പെടുവാൻ ഇടയാക്കിയാട്ടെ. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്നേക്കും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. കലവറ കൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ നടുവിൽ ഇത്രത്തോളം സമയമായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. സർവകൃപാലുവായ ദൈവം സർവ്വവിധ നന്മകളാലും കുടുംബത്തെ നിറച്ച് തുടർന്നും കർത്താവിന്റെ കരങ്ങളിൽ അധികമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഗോഡ് ബ്ലസ് യു. മറാനാഥ.